UDF കോട്ടകളിൽ അൻവറിന് വേണ്ടി സതീശനും ലീഗും കടിപിടി കൂടുമ്പോൾ ചതിക്കിരയായി ഉപതെരഞ്ഞെടുപ്പിന് നേരിടുന്ന നിലമ്പൂരിലെ വോട്ടർമാരോട് വാര്യൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ ചതിയിലൂടെ പിടികൂടി കൊല ചെയ്ത കഥ പറയുന്നുണ്ട് മുഖ്യമന്ത്രി. തലയിൽ തുണിയിട്ട് അൻവറിന്റെ തിണ്ണനിറങ്ങാൻ വ്യാജന്മാരെ അയക്കുന്ന കോൺഗ്രസെ, നിലമ്പൂരുകാരെ പറ്റിച്ച യൂദാസെ, മഴവിൽ സത്യങ്ങളെ നിങ്ങളൊന്ന് തലയുയർത്തി നോക്കിയാൽ കാണാം. സഖാവ് കുഞ്ഞാലി നടന്ന വഴിയിലൂടെ പൊന്നരിവാളും ചുറ്റികയും വാനോളം ഉയർത്തിപ്പിടിച്ചൊരു ചെങ്കടലായി ഒഴുകി വരുന്ന ഒരു ചെമ്പടയെ. ആ കൂട്ടത്തിലുണ്ട് കാലം കരുതി വെച്ച ചെന്താരകം. ആ ചെന്താരകത്തിന്റെ പേരാണ് എം സ്വരാജ്. സ്വയം അപഹാസ്യനായി വോട്ട് ചോദിച്ച് കളത്തിലിറങ്ങുന്ന അൻവറെ നിന്നോട് സഖാക്കൾക്ക് പറയാൻ ഒരു കഥയുണ്ട്. ഇത് നല്ലൊരു മനസ്സിലാകാൻ നോക്ക്. വാർത്തയിലേക്ക്. നമസ്കാരം. നിലമ്പൂരിലെ ജനങ്ങളെ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് തള്ളിവിട്ടത് ആരാണ്? PV അൻവർ ആണ്. PV അൻവറിനോട് പാർട്ടി എപ്പോഴെങ്കിലും MLA സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഒരിക്കലുമില്ല. എന്നിട്ടും PV അൻവർ MLA സ്ഥാനം രാജിവെച്ചു. അങ്ങനെ നിലമ്പൂരിൽ ഇപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഈ ഘട്ടത്തിൽ വീണ്ടും ജനവിധി തേടി PV അൻവർ നിലമ്പൂരുകാർക്കിടയിലേക്ക് ഇറങ്ങുകയാണ്. നിലമ്പൂരുകാർ PV അൻവറിനെ നോക്കി പറയുന്നത് ഒന്ന് മാത്രം: സത്യത്തിൽ അനക്ക് പിരാന്തുണ്ടോ എന്ന് തന്നെയാണ് ചോദിക്കുന്നത്. ഒരു നിലപാടുമില്ലാത്ത, ഓന്തിനെ പോലും തോൽപ്പിക്കുന്ന രീതിയിലുള്ള പല വർത്തമാനങ്ങൾ ഓരോ സമയത്തും ഇരുന്ന് പറയുന്ന PV അൻവർ കേരള രാഷ്ട്രീയത്തിലെ ഒരു വലിയ കൊമേഡിയനാണ് എന്ന് പറയാതെ വയ്യ. നോക്കൂ, എന്തിന്റെ പേരിലാണ് PV അൻവർ രാജിവെച്ചത്? എന്താണ് PV അൻവർ ഉന്നയിച്ച പ്രധാനപ്പെട്ട വിഷയം? PV അൻവർ പറഞ്ഞു, അതായത് എയർപോർട്ട് കേന്ദ്രീകരിച്ച് സ്വർണ്ണക്കള്ളക്കടത്ത് സംഘം സ്വർണം കടത്തുന്നുണ്ട്. കസ്റ്റംസ് പിടിക്കുന്നില്ല, അത് പോലീസാണ് പിടിക്കുന്നത്. പോലീസിനോട് ആരാണ് പിടിക്കാൻ പറഞ്ഞത്? എന്തിനു വേണ്ടിയാണ് പോലീസ് അവരെ പിടിക്കുന്നത്? കസ്റ്റംസ് അല്ലേ പിടിക്കേണ്ടത് എന്നാണ് PV അൻവർ പറഞ്ഞത്. കേരള പോലീസിന്റെ നട്ടലുള്ളത് കൊണ്ട് കേരള പോലീസ് അത്തരം സംഘങ്ങളെ പിടികൂടുമ്പോൾ അഭിമാനിക്കുകയല്ലേ നമ്മൾ വേണ്ടത്? പക്ഷേ അങ്ങനെ പിടിക്കാൻ പാടില്ല എന്ന് ഒരു MLA പറയുമ്പോൾ സ്വാഭാവികമായും ജനങ്ങൾക്ക് പൊതുവെ ഒരു സംശയം തോന്നാം, ഈ MLA സ്വർണ്ണക്കള്ളക്കടത്ത് സംഘത്തിന്റെ ഏജന്റ് ആണോ എന്ന്. അങ്ങനെ ഈ മാധ്യമങ്ങളെയൊക്കെ വിളിച്ച് ഇരുത്തി PV അൻവർ സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിക്കാൻ, ആഭ്യന്തര വകുപ്പിനെ കടന്നാക്രമിക്കാൻ വേണ്ടി നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അവരുടെ പക്ഷത്ത് നിന്നുകൊണ്ട്. അതേ ചോദ്യം, അതായത് PV അൻവർ ചോദിച്ച ചോദ്യം മാധ്യമപ്രവർത്തകർ മുഖ്യമന്ത്രിയോടും ചോദിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി അന്ന് പറഞ്ഞ ഉത്തരം, ഒരു സ്വർണ്ണക്കള്ളക്കടത്ത് സംഘത്തിന്റെ ഏജന്റ് ആണോ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആൾ എന്ന് തോന്നിപ്പോവുകയാണ് എന്നാണ്. അതിൽ പിടിച്ചു തൂങ്ങി PV അൻവർ. പിന്നീട് ആഭ്യന്തര വകുപ്പിനെതിരെയും പാർട്ടിക്കെതിരെയും നിരന്തരം ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഒരു ആരോപണത്തിനും കഴമ്പേ ഉണ്ടായിരുന്നില്ല. ജനങ്ങളും ചോദിച്ചു തുടങ്ങി, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്ന്. പൊടുന്നനെ ഒരു ദിവസം ഒരു കള്ളക്കടത്ത് സംഘത്തിന്റെ അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയെ ഒരു വീഡിയോയിൽ കൊണ്ടുവന്നിട്ട് കുമ്പസാരം നടത്തുന്നു. അതായത് കള്ളനെ കൊണ്ട് തന്നെ കുമ്പസാരം നടത്തിച്ചുകൊണ്ട് പറയുന്നു, ഇതാണ് ആ തെളിവെന്ന്. സത്യത്തിൽ അതുകൊണ്ട് ജനങ്ങൾ ഞെട്ടിപ്പോയി. ഒരു കള്ളക്കടത്തുകാരനെ, അത്തരത്തിൽ സ്വർണ്ണ കള്ളക്കടത്ത് സംഘത്തിന് വേണ്ടി സ്വർണം കടത്തിയിട്ടുള്ള ഒരു വ്യക്തിയെ കൊണ്ടുവന്നിരുത്തി കുമ്പസാരം നടത്തിക്കൊണ്ട് പോലീസുകാരൊക്കെ ഈ പറയുന്നത് പോലെ ഈ പിടിക്കുന്നത് അവരുടെ കയ്യിൽ നിന്ന് പല സ്വർണങ്ങൾ, അതായത് സ്വർണത്തിന്റെ ഒരു വലിയ ഭാഗം പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് എന്ന രീതിയിൽ അങ്ങനെ സ്ഥാപിച്ചെടുക്കാൻ അൻവർ ശ്രമം നടത്തുന്നു. എന്നാൽ ഒരു സ്വർണ്ണക്കള്ളക്കടത്ത് സംഘത്തെ പിടികൂടിയിട്ടുണ്ടെങ്കിൽ പിടികൂടുന്നത് മുതൽ ആ ദൃശ്യങ്ങളൊക്കെ മൊബൈലിൽ പകർത്തും, വീഡിയോയിൽ പകർത്തും, ക്യാമറയിൽ പകർത്തും എന്ന വസ്തുത അത് ജനങ്ങൾ തിരിച്ചറിയില്ല, ആ ഒരു വസ്തുതയിലേക്ക് പോകില്ല എന്നാണ് PV അൻവർ വിചാരിച്ചത്. പക്ഷേ ആ പിടിച്ചത് മുതൽ അയാളെ കൊണ്ടുപോയി അറസ്റ്റ് ചെയ്ത് ഈ പറയുന്ന അതിനുശേഷം നടക്കുന്ന എല്ലാ കാര്യങ്ങളും അതെല്ലാം രേഖകളിലുണ്ട്, അതിനെല്ലാം തെളിവുകളുണ്ട് എന്ന കാര്യങ്ങൾ, എന്ന വസ്തുതകൾ മുഖ്യമന്ത്രി തന്നെ തുറന്നു പറഞ്ഞ് രംഗത്തേക്ക് വന്നതോടുകൂടി തന്നെ PV അൻവർ എന്ന് പറയുന്ന ഈ നിലമ്പൂരിലെ മുൻ MLA പറഞ്ഞുകൊണ്ടിരുന്നത് മുഴുവൻ പെരുന്നുണയാണെന്ന് രാഷ്ട്രീയ കേരളത്തിലെ ജനങ്ങളും തിരിച്ചറിഞ്ഞു. പിന്നീട് PV അൻവർ എന്താണ് ചെയ്തത്? ഇനി നിലനിൽപ്പില്ല എന്ന് മനസ്സിലായപ്പോൾ PV അൻവർ പതിയെ പാർട്ടിക്കെതിരെ തിരിയുന്നു, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ തിരിയുന്നു, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ തിരിയുന്നു, മുഖ്യമന്ത്രിക്കെതിരെ തിരിയുന്നു. അങ്ങനെ എല്ലാവർക്കെതിരെയും തിരിയുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഈ വർഗശത്രുവിനെ LDF ചവിട്ടി പുറത്താക്കുകയാണ്. അപ്പോഴും MLA സ്ഥാനം രാജിവെക്കണമെന്ന് പറഞ്ഞതേയില്ല. എന്നിട്ടും PV അൻവർ MLA സ്ഥാനം രാജിവെക്കുന്നുണ്ട്. രാജിവെച്ച ശേഷം ആദ്യം ഓടി കയറാൻ ശ്രമം നടത്തിയത് UDF-ലേക്കാണ്. ഈ വാപോയ കോടാലി പറഞ്ഞ പല ആരോപണങ്ങളും ഉയർത്തിപ്പിടിച്ച് സംസ്ഥാന സർക്കാരിനെ ആക്രമിക്കാൻ UDF-ഉം നല്ല രീതിയിൽ തന്നെ ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ ആ ശ്രമങ്ങളൊക്കെ തകർന്നടിഞ്ഞു വീഴുന്ന കാഴ്ചയാണ് കണ്ടത്. തെളിവ് എവിടെ എന്ന് ചോദിക്കുമ്പോൾ ഇതാണ് ആ രേഖ എന്നതിനപ്പുറത്തേക്ക് തെളിവുകൾ ഒന്നും തന്നെ എടുത്ത് കാണിക്കാൻ കഴിഞ്ഞില്ല.
പി.വി. അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിലൊക്കെ തന്നെ എല്ലാ രീതിയിലുള്ള അന്വേഷണങ്ങളും നടത്തി. അന്വേഷണങ്ങൾക്കൊടുവിൽ പി.വി. അൻവർ ഒരു പെരുനുണയനാണ് എന്ന് തെളിയുന്ന സാഹചര്യവും ഉണ്ടായി. പൊടുന്നനെ സതീശനും സംഘവും പി.വി. അൻവറിനെ കൈവിടുന്നുണ്ട്. പി.വി. അൻവറും സംഘവും വേറൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചുകൊണ്ട് രംഗപ്രവേശനം നടത്തുന്നുമുണ്ട്. അതും മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് രൂപീകരിച്ചുകൊണ്ടാണ് രംഗത്തേക്ക് വന്നത്. ഇതിനിടയിൽ DMK പോകാൻ ശ്രമം നടത്തുന്നു. ആ ശ്രമം പരാജയപ്പെടുന്നുണ്ട്. അതിനുശേഷം DMK എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിക്കുന്നുണ്ട്. അതിനെല്ലാത്തിനും ശേഷമാണ് തൃണമൂൽ കോൺഗ്രസിലേക്ക് പി.വി. അൻവർ പോകുന്നത്. പി.വി. അൻവർ തൃണമൂൽ കോൺഗ്രസിലേക്ക് പോയ ശേഷം UDF-ന്റെ മുന്നണിയാകാനാണ് പിന്നീട് ശ്രമം നടത്തിയത്. അവസാനം ഇവരെല്ലാവരും അടിച്ചു പിരിയുന്നു. ഇപ്പോൾ അവിടെ ഇങ്ങനൊരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പി.വി. അൻവറിനെ UDF-ലേക്ക് എടുക്കണമെന്ന് മുസ്ലിം ലീഗും എടുക്കരുതെന്ന് സതീശനും പിടിവാശി കൂട്ടുന്നു. ഇനി മുന്നണി പ്രവേശനം സാധ്യമല്ല എന്ന് കണ്ട പി.വി. അൻവർ UDF-ലെ പൊട്ടിത്തെറികളും പടലപ്പിണക്കങ്ങളും ഒക്കെ തുറന്നു കാട്ടാൻ തുടങ്ങി. VD സതീശൻ എന്ന ഏകാധിപതിയെ ജനങ്ങൾക്ക് മുമ്പിൽ അയാൾ തുറന്നു വെച്ചു. മലയോര കർഷകന്റെ മകനായ VS ജോയിക്ക് സീറ്റ് നിഷേധിച്ച കോൺഗ്രസിന്റെ തനി മുഖം, ആ മുഖത്തിൽ മക്കൾ രാഷ്ട്രീയത്തിന്റെ എല്ലാം ഉണ്ടായിരുന്നു. മാത്രവുമല്ല, ഇപ്പോൾ പി.വി. അൻവർ ഈ തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുകയാണ്. ഇറങ്ങുമ്പോൾ എന്താണ് പറയുന്നത്? അതായത് UDF-ന്റെ പല രഹസ്യങ്ങളും എന്റെ കയ്യിലുണ്ട്, ഞാനത് പൊട്ടിക്കും എന്നാണ് പി.വി. അൻവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, ഇപ്പോൾ പി.വി. അൻവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ രീതിയിലുള്ള പ്രതികരണത്തിലും ഒരു കാര്യം നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട്. ഭരണപക്ഷത്തെക്കുറിച്ച് ഇയാൾ പറയുന്നതിൽ വ്യക്തി വൈരാഗ്യമാണ് പ്രധാനപ്പെട്ടത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ അപ്പുറത്ത് UDF-നെ പറ്റി പറയുമ്പോൾ ചതിയുടെ രാഷ്ട്രീയത്തെ പറ്റിയാണ് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയൻ എന്ന് പറയുന്ന കരുത്തനായ നേതാവിനെ, ഒരു മുഖ്യമന്ത്രിയെ ഈ പി.വി. അൻവറിന് പേടിയാണ് എന്ന് അയാളുടെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പി.വി. അൻവറിനെ ഒരു പുഴുവായി മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അയാൾ പറയുന്ന വാക്കിനും അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കുകൾക്കും ഒരു വിലയും കൊടുക്കേണ്ടതില്ല എന്ന് തന്നെയാണ് സഖാക്കളും പറയുന്നത്. കാരണം അയാൾക്ക് എന്ത് നിലവാരമാണുള്ളത് എന്നാണ് ചോദിക്കുന്നത്. കഴിഞ്ഞ ദിവസം അൻവറിനെ കാണാൻ വേണ്ടി അങ്ങോട്ടേക്ക് രാഹുൽ മാങ്കൂട്ടം പോകുന്ന കാഴ്ചയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്? സതീശനും ഷാഫിയും ഒക്കെയാണ്. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ഭാവി ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് ഇതുവരെ ഉണ്ടായിരുന്ന സ്വാധീനങ്ങൾ കോൺഗ്രസിൽ ഇല്ലാതാകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം പിടിക്കപ്പെട്ടപ്പോൾ, വീഡിയോ പുറത്തായപ്പോൾ സതീശനും കൈയൊഴിഞ്ഞ് കൈ കഴുകി. രാഹുൽ മാങ്കൂട്ടം ഇനി എന്തെങ്കിലുമൊക്കെ പ്രതികരിച്ചു വരുമോ എന്ന ഭയവും മുസ്ലിം ലീഗിനെ വേട്ടയാടുന്നുണ്ട്. അതിനിടയിലാണ് ഇന്നലെ M സ്വരാജിന്റെ അവിടെ പരിപാടി, കൺവെൻഷനുകൾ നടക്കുന്നത്. കൺവെൻഷൻ നടക്കുന്ന സമയത്ത് അൻവറിനെ പറ്റി മുഖ്യമന്ത്രി പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്. അതൊന്ന് കേൾക്കാം. കേരളത്തിലെ 1921 പ്രക്ഷോഭം, കർഷക പ്രക്ഷോഭം, ആ കർഷക പ്രക്ഷോഭത്തിന് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയൊക്കെ ഐതിഹാസികമായ നേതൃത്വം നൽകി. ഏറനാട് കലാപം എന്ന പേരിൽ അറിയപ്പെട്ട അതിൻ്റെ ആസ്ഥാനം മഞ്ചേരിയാണെങ്കിലും നിലമ്പൂരിൻ്റെ മണ്ണിന് വലിയ പ്രത്യേകത അതിനകത്തുണ്ട്. ഒരുപാട് ധീരർ നിലമ്പൂരും കവളപ്പാറയിലുമൊക്കെയുള്ള അനേകം ധീരർ ജീവൻ കൊടുക്കേണ്ടി വന്ന ഒരു പ്രക്ഷോഭം. അന്തമാനിലേക്കടക്കം നാട് കടത്തപ്പെട്ടവർ, അതെല്ലാം ഇവിടെ നിലമ്പൂരിലുള്ളവരും ധാരാളം ഉള്ളതാണ് എന്ന് നമുക്കേവർക്കും അറിയാവുന്നതാണ്. ആ പ്രക്ഷോഭത്തിന് ഐതിഹാസികമായി നേതൃത്വം കൊടുത്ത വാര്യംകുന്നത്തിനെ ചതിയിലൂടെയാണ് പിടികൂടിയതും കൊണ്ടുപോയി കൊലപ്പെടുത്തിയതുമെന്നത് ഈ നാടിന് അറിയാത്ത കാര്യമല്ല. ഇവിടെ അടുത്തുള്ള
ചോക്കാട് വീട്ടിക്കുന്നിൽ വെച്ചാണ് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ പോലീസ് വളഞ്ഞ് അന്നത്തെ പോലീസ് വളഞ്ഞ് പിടികൂടുന്നത്. അതിനുപയോഗിച്ചത് തീർത്തും ഒരു ചതിപ്രയോഗമായിരുന്നു. വാര്യംകുന്നത്തിനെ കാണാൻ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ചെല്ലുന്നു. സുഹൃത്തിനെ അദ്ദേഹം കാണാൻ അനുവദിക്കുന്നു. അതൊരു കെണിയായിരുന്നുവെന്ന് വാര്യംകുന്നത്തിനറിയില്ല. ബ്രിട്ടീഷ് പട്ടാളം തൊട്ടു പിന്നാലെ വന്ന് വളയുന്നു. വാര്യംകുന്നത്തിനെ പിടികൂടി മലപ്പുറം കുന്നുമ്മൽ കൊണ്ടുപോയി വെടിവെച്ച് കൊല്ലുന്നു. ഐതിഹാസികമായ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തവരുടെ മണ്ണാണിത്. അതോടൊപ്പം തന്നെ വാര്യംകുന്നത്തിനെ പിടികൂടാൻ ഉപകരണമായി പ്രവർത്തിച്ച ചതി കാണിച്ച ആളുടെ മണ്ണും കൂടിയാണിത്. ഇപ്പോൾ നമ്മളും ഒരു ചതിക്കിരയായാണ് ഇത്തരമൊരു തെരഞ്ഞെടുപ്പ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. കേട്ടല്ലോ, ഈ ചതിയുടെ കഥ അത് PV അൻവറിനെ ഉദ്ദേശിച്ച് തന്നെ പറഞ്ഞതാണ്. ദാ വരുന്നു KT ജലീലിന്റെ വക ഒരു ഉപദേശവും. എന്റെ സുഹൃത്തിന് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം എന്ന് പറയുന്നത് UDF-നെ വിശ്വസിച്ചു എന്നുള്ളതാണ്. UDF-നെ ഒരു കാലത്തും എന്റെ സുഹൃത്ത് വിശ്വസിക്കാൻ പാടില്ലായിരുന്നു. കാരണം വഞ്ചകരും ചതിയന്മാരും ഒത്തുചേർന്ന കൂടാരമാണ് UDF എന്ന് ബോധ്യമായി കഴിഞ്ഞിരിക്കുന്നു. അവരെ വിശ്വസിച്ചുകൊണ്ട് ആരാണ് ഇനി ആ തമ്പിൽ അവശേഷിക്കുവാൻ ആഗ്രഹിക്കുന്നത്? ആരാണ് ഇനി UDF-ന്റെ കൂടാരത്തിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നത്? അവർ ഏത് സമയവും നിങ്ങളുടെ നെഞ്ചിലേക്ക് കത്തി കുത്തിയിറക്കും. അവർ നിങ്ങളുടെ ശിരസ് ഏത് സമയത്തും ഛേദിച്ചു കളയും. നിങ്ങളെ ഏത് സമയത്തും വകവരുത്തുകയും ഇല്ലാതാക്കുകയും ചെയ്യും. ചതിയന്മാരുടെയും അതുപോലെ തന്നെ സ്വജന പക്ഷപാതികളുടെയും അതോടൊപ്പം തന്നെ അഴിമതിക്കാരുടെയും കൂടാരമായി മാറിയ UDF-നെ തകർക്കുക എന്നുള്ളതാണ് വരുന്ന തെരഞ്ഞെടുപ്പിൽ നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ രാഷ്ട്രീയ ധർമ്മം.